ട്രേഡിംഗ് മീഡിയയുടെ പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. US മാർക്കറ്റ് ഫ്ലാറ്റ് ആയിട്ട് ട്രേഡ് ചെയ്യാണ്. ഡൗ ജോൺസ് 1 പോയിന്റും S&P 1 പോയിന്റും നസ്ഡാക്ക് 29 പോയിന്റും പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യാണ്. യൂറോപ്യൻ മാർക്കറ്റും ഒരു നെഗറ്റീവ് ട്രെൻഡിൽ ഫ്ലാറ്റ് നെഗറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഗിഫ്റ്റ് നിഫ്റ്റിയും 26 പോയിന്റ് നെഗറ്റീവായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ഇന്ത്യൻ മാർക്കറ്റിൽ പ്രതീക്ഷിക്കാം. നമുക്ക് ഡേ ക്യാൻഡിലോട്ട് പോകാം. ഡേ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കിന്നൊരു ഗ്രീൻ ക്യാൻഡിൽ മിക്കവാറും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരു 25,000 ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ ആയിരുന്നു പറഞ്ഞിരുന്നത്. ഒരു 25,400 എത്താൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് രാവിലെ ഓപ്പണിങ്ങിൽ കിട്ടിയ ഒരു ഹൈ തന്നെയാണ് പിന്നെ വൈകുന്നേരം ക്ലോസിംഗ് ടൈമിലും കയറി വന്നിട്ട് തിരിച്ചു പോയത്. ഏകദേശം 380-360 വരയ്ക്കും വന്നിട്ടാണ് മാർക്കറ്റ് നിന്നത്. ഇന്നും മാർക്കറ്റിലൊരു അപ് ട്രെൻഡ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് പറയുന്ന പോലെ തന്നെ ഈ ഒരു ഏരിയ തന്നെയാണ് നമ്മുടെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത്. 25,652, 25,818 ആണ് അടുത്ത സ്വിംഗ് ഹൈ ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത്. ഇന്നും മാർക്കറ്റിൽ മിക്കവാറും ഒരു ഗ്രീൻ ക്യാൻഡിൽ തന്നെ ക്ലോസിംഗ് കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് 15 മിനിറ്റിൻ്റെ ചാർട്ടിലോട്ട് പോകാം. 15 മിനിറ്റിൻ്റെ ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ തന്നിട്ടുണ്ടായിരുന്ന ലെവല് മുകളിലോട്ട് ഈ ഒരു ലെവല് 25,348 മുകളിലോട്ട് 15 മിനിറ്റിൽ ബ്രേക്ക് ആകുകയാണെന്നുണ്ടെങ്കിൽ 426 പറഞ്ഞിരുന്നത്. ആദ്യത്തെ 15 മിനിറ്റ് ക്യാൻഡിൽ തന്നെ ഇവിടെ നിന്ന് റിജക്ഷൻ വന്നു, താഴെയും ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് നിന്നു. 2 ലെവൽസും കൃത്യമായിട്ട് നമുക്ക് ഇന്നലെ വർക്ക് ചെയ്തു. പക്ഷേ ഇവിടെയാണ് ചെറിയൊരു ഫേക്ക് ബ്രേക്കൗട്ട് താഴോട്ട് തന്നിട്ട് മാർക്കറ്റ് ട്രാപ്പിലായത്. നമുക്ക് ഇൻട്രാഡേയിലും കറക്റ്റ് അവിടെ ഒരു സപ്പോർട്ട് ഇല്ലായിരുന്നു. ഇൻട്രാഡേ ലെവൽസും ഇതിന് താഴെയായിരുന്നു ലെവൽ ഉണ്ടായിരുന്നത്. പക്ഷേ അവസാനത്തെ ഒരു മണിക്കൂറിൽ മാർക്കറ്റ് ഇവിടെ നിന്നൊരു റാലി നടത്തി വീണ്ടും നമ്മൾ തന്നിട്ടുണ്ടായിരുന്ന 25,353 ആ ഒരു ലെവലിലോട്ടാണ് മാർക്കറ്റ് വന്ന് നിന്നിട്ടുള്ളത്. ഈ ഒരു ഏരിയക്കകത്ത് കൺസോൾട്ടേഷൻ ആണ്. ഇന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലൊരു പ്രൈസ് ആക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ലെവല്, ഈ ഒരു റെസിസ്റ്റൻസ് ലെവല് കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 2 ദിവസവും ഇവിടെ നിന്ന് 23-ാം തീയതിയും പിന്നെ ഇന്നലെയും അവിടെ സ്ട്രോങ് ഒരു സെല്ലിംഗ് പ്രഷർ ഈ ഏരിയയിൽ കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ സെല്ലിംഗ് പ്രഷർ ഈ ഏരിയയിൽ സെല്ലിംഗ് പ്രഷർ ഉള്ളപ്പോഴും ബയേഴ്സ് മുകളിലോട്ട് കയറുന്നുണ്ട്. ഇവിടെ ഒരു ബ്രേക്കൗട്ടിനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്കിപ്പം 2 പ്രാവശ്യം റീടെസ്റ്റിന് വന്നിട്ടുണ്ട് മാർക്കറ്റ്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഇന്നത്തെ ദിവസം ചിലപ്പോൾ ഒരു ഗ്യാപ് ഡൗണോ ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങോ കിട്ടുകയാണെന്നുണ്ടെങ്കിലും ഇവിടെ നിന്ന് മുകളിലോട്ടൊരു ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സെല്ലേഴ്സ് സ്ട്രോങ് ആണ്. സെല്ലേഴ്സ് ഒരിക്കലും ഒരു സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് പ്രഷർ കൊടുത്ത് താഴോട്ട് മാർക്കറ്റിനെ കൊണ്ടുവന്നിട്ടില്ല. അവരവിടെ തന്നെയാണ് 25,348, 50 ലെവലിൽ തന്നെയാണ് സെല്ലേഴ്സ് ഉള്ളത്. പക്ഷേ ബയേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിൽ നിന്ന് ബയേഴ്സ് പതിയെ മുകളിലോട്ട് കയറി വരുന്നുണ്ട്. അപ്പം ബയേഴ്സ് ഇവിടെ സ്ട്രോങ് ആയിട്ട് മുകളിലോട്ട് കയറി വരുന്നു. പക്ഷേ സെല്ലേഴ്സ് അവിടെ സ്ട്രോങ് ആണ്. ഇവിടെ സെല്ലേഴ്സ് വീക്ക് ആകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ ദിവസം ഈ ഒരു ലെവൽ ബ്രേക്ക് ഔട്ട് കിട്ടി 25,500 മുകളിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് കൃത്യമായിട്ട് നോക്കുക, വളരെ പ്രധാനപ്പെട്ട ഒരു ലെവലാണ്. 25,348, 350 ലെവലൊക്കെ ഇന്ന് ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മുകളിൽ 15 മിനിറ്റിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് വീണ്ടും ഇന്നൊരു നല്ലൊരു റാലി പ്രതീക്ഷിക്കാം. മുകളിലോട്ട് വരുന്ന ലെവൽ എന്ന് പറയുന്നത് ഇന്നത്തെ ലെവൽസിൽ ഈ ലെവൽ ഞാൻ ഇന്നലത്തെ ലോയിലോട്ട് വയ്ക്കുന്നു. ഇന്നലത്തെ ലോ എന്ന് പറയുന്നത് കൃത്യമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഈ ഒരു സപ്പോർട്ടാണ് ഇന്നലെ കിട്ടിയിരുന്നത് മാർക്കറ്റിൽ. 50 ലെവല് ഇവിടെ നിന്നൊരു 15 മിനിറ്റിൽ മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടിയാൽ 25,426 ഫസ്റ്റ് ടാർഗറ്റ്. സെക്കൻഡ് ടാർഗറ്റ് വരുന്നത് നമുക്ക് ഈ ഒരു ഹൈ 25,500 വയ്ക്കാം. 25,500 വരയ്ക്കും മാർക്കറ്റ് കയറി പോകാൻ സാധ്യതയുണ്ട്. 25,426 ബ്രേക്കൗട്ട് കിട്ടിയാൽ 15 മിനിറ്റിൽ ക്ലോസിംഗ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 25,000 വരയ്ക്കും മാർക്കറ്റ് ഇന്ന് കയറി പോകാൻ സാധ്യതയുണ്ട്. ഇവിടുന്ന് ഈ ഒരു സെല്ലേഴ്സ് ഇവിടെ വീക്കായി കൃത്യമായിട്ട് ഇവിടുന്ന് ഒരു സ്ട്രോങ് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ സെല്ലേഴ്സ് ഉണ്ടാകത്തില്ല. ബയേഴ്സ് മാർക്കറ്റിനെ മുകളിലോട്ട് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്.
താഴോട്ടുള്ള ലെവല് നമുക്ക് ഇത് തന്നെയാണ് 21,189 200 ലെവല്. അത് തന്നെയാണ് സ്ട്രോങ് ഒരു സപ്പോർട്ടായിട്ട് മാർക്കറ്റിലുള്ളത്. ഇത് താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടിയാൽ മാത്രം താഴോട്ട് എൻട്രി എടുക്കുക. ഇതിനിടയ്ക്ക് വരുന്ന ലെവൽസ് എന്ന് പറയുന്നത് ഇൻട്രാഡേ നോക്കിയിട്ട് ഇതിനിടയ്ക്ക് ട്രേഡ് ചെയ്യാൻ ഇട്ട് ശ്രമിക്കുക. ഇന്ന് സെൻസെക്സിൻ്റെ എക്സ്പയറി ആണ്. മാർക്കറ്റ് എനിക്ക് തോന്നുന്നു നേരോ CPR ആണെന്ന് തോന്നുന്നു. മാർക്കറ്റ് ട്രെൻഡിങ് ആവാൻ സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് ഇൻട്രാഡേ ലെവൽസിലോട്ട് പോവാം. ഇൻട്രാഡേ ലെവല് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലത്തെ ഇൻട്രാഡേ ലെവൽസ് കൃത്യമായിട്ടൊന്നും വർക്ക് ചെയ്തിട്ടില്ല. കാരണം ആദ്യത്തെ 5 മിനിറ്റ് തന്നെ ഫസ്റ്റ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി. എങ്കിലും രാവിലത്തെ ഓപ്പൺ ഇൻട്രസ്റ്റ് അനുസരിച്ച് 25,400 ടച്ച് ചെയ്യുമെന്ന് വിചാരിച്ചാണ്. പക്ഷേ മാർക്കറ്റിൽ ഇത് ഇവിടെ നിന്നൊരു സെല്ലിംഗ് പ്രഷർ വന്നു. ഈ സപ്പോർട്ട് ഇന്നലെ വർക്ക് ചെയ്തിട്ടേ ഇല്ല. കാരണം അത് പലവട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ബ്രേക്ക് ഔട്ടായിട്ടാണ് പോയത്. താഴോട്ട് വന്നപ്പോൾ ഈ നമ്മൾ ലൈവ് മാർക്കറ്റിൽ തന്ന ലെവലായിരുന്നു 25,174. മാർക്കറ്റ് ഇവിടെ എത്തി സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറുമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഒരു 10 പോയിന്റ് മുകളിൽ വെച്ചിട്ടാണ് മാർക്കറ്റ് ഇവിടെ നിന്ന് തിരിച്ച് കയറിപ്പോയത്. ഇന്ന് CPR വരുന്നത് 25,279 തൊട്ട് 322 വരെയൊക്കെയാണ്. എനിക്ക് തോന്നുന്നു 80, 40, 43 പോയിന്റിന്റെ CPR ആണ് വരുന്നത്. ചെറിയൊരു വൈഡ് CPR ആണ്. CPR ബ്രേക്ക് ഔട്ടിനുള്ള സാധ്യതയുണ്ട്. മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ഡൗൺ ആണ് വരുന്നതെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങോ അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് ഡൗൺ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ CPR സപ്പോർട്ട് കിട്ടും. 25,280, 25,300 മാർക്കറ്റിൽ സപ്പോർട്ട് കിട്ടാൻ സാധ്യതയുള്ള ഒരു സ്ട്രോങ് സപ്പോർട്ട് ഏരിയ ആണ്. അഥവാ ഇത് ബ്രേക്കൗട്ട് കിട്ടിയാലും 25,241, 25,228 നിന്ന് മാർക്കറ്റ് തിരിച്ച് കയറിയേക്കും. അപ്പം ആദ്യത്തെ സെഷൻ മാർക്കറ്റ് താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മാത്രം ഇവിടെ നിന്നൊരു ഷോർട്ട് കവറിങ് റാലി നടക്കാൻ സാധ്യത ഉണ്ട്. അപ്പം താഴെ ഈ 2 ലെവലും ശ്രദ്ധിക്കുക. 25,230, 25,241, 25,228 വരുന്ന ഈ 2 ലെവൽസും താഴോട്ട് ശ്രദ്ധിക്കുക. മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഒന്നിൽ ഫസ്റ്റ് ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് കയറും. ഇത് ബ്രേക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ 25,241 സ്ട്രോങ് സപ്പോർട്ട് മാർക്കറ്റിന് കിട്ടും. മുകളിലോട്ട് വരുന്ന ഫസ്റ്റ് റെസിസ്റ്റൻസ് 25,395, 25,413 ആണ്. മാർക്കറ്റ് അഥവാ രാവിലെ ഒരു ഗ്യാപ്പ് അപ്പാണ് കിട്ടുന്നതെങ്കിൽ ഒരു ന്യൂസ് നമ്മുടെ വേൾഡ് മാർക്കറ്റിന്റെ ട്രെൻഡ് മാറിയിട്ട് നിഫ്റ്റി പോസിറ്റീവ് ഓപ്പണിംഗ് ആണ് കിട്ടുന്നതെങ്കിൽ ഒരു ഗ്യാപ്പ് അപ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് എങ്ങാനും ഒരു ഓപ്പണിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് CPRലോട്ട് വന്നിട്ടേ തിരിച്ച് കയറാൻ സാധ്യതയുള്ളൂ. അപ്പം മാർക്കറ്റ് എവിടെ ഓപ്പൺ ചെയ്യുന്നെന്ന് ശ്രദ്ധിക്കുക. 25,395, 25,413 ആണ് ഫസ്റ്റ് റെസിസ്റ്റൻസ് വരുന്നത്. രണ്ടാമത്തെ റെസിസ്റ്റൻസ് 25,479, 25,496. നമ്മൾ 15 മിനിറ്റിൽ പറഞ്ഞിട്ടുള്ള ഏറ്റവും മുകളിലത്തെ ടാർഗറ്റ് ആണ് 25,500 വരുന്നത്. അപ്പോൾ മുകളിൽ ഇത് 5 മിനിറ്റിൽ ഇൻട്രാഡേ ലെവൽസിൽ 5 മിനിറ്റിൽ കൃത്യമായിട്ട് ഒരു സ്ട്രോങ് ഗ്രീൻ ക്യാൻഡിൽ ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 25,000, 25,500 വരേക്കും മാർക്കറ്റിൽ നിന്ന് കയറി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കി അപ്ഡേഷൻസ് ലൈവ് മാർക്കറ്റിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടാവും. ലിങ്ക് താഴെയുണ്ട്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.